ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന വിഷയം എന്തുകൊണ്ട് സോഷ്യലിസം തെറ്റിദ്ധരിക്കപ്പെടുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുത്തിക്കുന്നു. അപ്പോൾ ഒന്നാമത് നമുക്കെല്ലാം അറിയുന്ന ഒരു തരത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലെ മൊത്തപ്പണം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഗവൺമെൻറ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. ഇത് ഒരു തെറ്റായിട്ടുള്ള ഒരു അബദ്ധധാരണയാണ്. ഇതല്ല സോഷ്യലിസം. സോഷ്യലിസം എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നു. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ, ജോബ് എന്നുള്ള കൺസേണുകളിലൊക്കെ തുല്യ അവസരം, ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള തുല്യ അവസരം നൽകുന്നു. സമ്പത്ത് ഒരിടത്ത് കുന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ സോഷ്യലിസം. അപ്പോൾ എന്തുകൊണ്ടാണ് സോഷ്യലിസം തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയ പ്രചരണങ്ങൾ. രാഷ്ട്രീയവാദികൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യലിസം എന്നുള്ളതൊരു ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സംവിധാനമാണ്. ചില നാടുകളിൽ സോഷ്യലിസം ട്രൈ ചെയ്യുന്നിടത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ശീതയുദ്ധകാലത്ത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ ഇത് വല്ലാതെ നെഗറ്റീവായി പ്രകടിച്ചു. ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ ആണ് മീഡിയകൾ കൺട്രോൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് മുതൽ ട്വിറ്റർ, വാട്സപ്പ്, യൂട്യൂബ് എല്ലാം ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണ് ഇതാക്കുന്നത്. എല്ലാം മുമ്പ് പ്രിൻ്റ് മീഡിയ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് വിഷ്വൽ മീഡിയ ആയി, ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയും. ഒരു ചെറിയ ഉദാഹരണം പറയാം. കേരളത്തിൽ ലോകത്തിൽ ആദ്യമായി ഇലക്ഷനിലൂടെ വന്ന ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ അമേരിക്ക പണം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ? ഇത് യാഥാർത്ഥ്യമാണ്. ഇത് അമേരിക്ക തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ മുഴുവൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുക എന്നുള്ളത് അവർക്ക് സഹിക്കാത്ത കാര്യമാണ്. ക്യാപിറ്റലിസത്തിൻ്റെ ശത്രുവാണ് കമ്മ്യൂണിസം. എല്ലാവരും പണക്കാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണക്കാർക്ക് വിലയുണ്ടാവില്ല. എല്ലാവരും പണക്കാരാവുന്നൊരു എക്കോണമിയിൽ പിന്നെ പണക്കാർക്ക് എന്താ വാല്യൂ? പണക്കാർ ദേ നീഡ് സ്പെഷ്യലൈസേഷൻ, റെസ്പെക്റ്റ്. ബിക്കോസ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കക്കാരാണെങ്കിലും സായിപ്പന്മാരെല്ലാവരും ആണെങ്കിലും നമ്മൾ മനുഷ്യന്മാരായിട്ട് പോലും കാണുന്നില്ല. ഉദാഹരണത്തിന് അവർ വ്യക്തമായിട്ട് നമ്മൾ ഇവാലുവേഷനിലൂടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിലുള്ള ജനത ഓസ്ട്രാലോപിത്തിക്കോസ് എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അതായത് കുരങ്ങന്മാർ. അപ്പിയറൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ദേ ലുക്ക് ലൈക്ക് മങ്കീസ്. അപ്പോൾ ദേ യൂസ് ദ വേർഡ് സാവേജസ്, ബാർബേറിയൻസ്, മങ്കീസ്, അനിമൽസ്, അങ്ങനെ പല വേർഡും നമ്മൾ യൂസ് ചെയ്യും. തേർഡ് വേൾഡ് സാവേജസ് എന്നൊക്കെ പറയും. ദേ ഡോണ്ട് കൺസിഡർ ആസ് എ ഹ്യൂമൻ ബീയിങ് അറ്റ് ഓൾ, because instead they consider we are the only human being, we are the only cultured people, it's our duty to make them culture. ഇതാണ് ഏത് കൾച്ചർ അവരുദ്ദേശിക്കുന്ന കൾച്ചർ. ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനിറ്റി എന്നുള്ള വേർഡ് തന്നെയല്ല. മതം എന്നുള്ളതൊരു ടൂളാണ് സ്വാഭാവികമായിട്ടും. അത് അബ്രഹാമിക് മതങ്ങൾ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കൾച്ചർ എന്നുള്ളത് നമ്മളുടെ ഒരു രീതികൾ മുമ്പുണ്ടായിരുന്നത് മാറി ഇപ്പോൾ നമ്മൾ എൽ ജി ബി ടി ക്യു ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നല്ല കാര്യം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് നമ്മളിപ്പോൾ മുമ്പ് ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എപ്പോഴും മറ്റു കൺട്രികളിലൊക്കെ പോയി വിസിറ്റ് ചെയ്തിട്ട് പാശ്ചാത്യ നാടുകളെ പൊക്കി പറയുന്നുണ്ട്. പാശ്ചാത്യ നാടുകളില്ലാത്ത ഒരുപാട് മേന്മകൾ നമുക്കുണ്ട്. നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്, ഈസി ആയിട്ട് ഹോസ്പിറ്റൽസിൽ പോകാം, ജീവിത ചെലവ് കമ്പാരിറ്റീവ്ലി കുറവ്, ഫുഡ് സെക്യൂരിറ്റി ഉണ്ട്, ഇങ്ങനത്തെ പല നാടുകളും നമുക്കുണ്ട്. ഇതൊന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറയില്ല. ബിക്കോസ് സന്തോഷ് ജോർജ് കുളങ്ങര ഈസ് എ ഫ്രോഡ്. അതാണ് സത്യം. അയാൾ അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന സാധാ ബിസിനസ്മാനായിട്ടാണ് ഞാൻ കരുതുന്നത്. ചില രാജ്യങ്ങളുടെ പരാജയം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് വെനീസില സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു. എങ്ങനെ സാമ്പത്തികമായിട്ട് പരാജയം? ഒരു രാജ്യം സോഷ്യലിസം അക്സെപ്റ്റ് ചെയ്ത് സോഷ്യലിസത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ രാജ്യത്തിനെ ഇവർ സാമ്പത്തികമായി ഞെരുക്കും. ഇവർ ഭീഷണിപ്പെടുത്തിയിട്ട് മറ്റുള്ളവരുടെ നിന്ന് അവിടെ നിന്ന്. വെനീസുല റിച്ച് വിത്ത് ഓയിൽസ്, വൺ ഓഫ് ദ ഓയിൽ റിച്ച് റിസർവ് കൺട്രിയാണ് വെനീസുല. അതുകൊണ്ടാണ് സാമ്രാജ്യത്വം അവരെ കീഴ്പ്പെടുത്തിയിട്ട് അവരുടെ നാടിന് ഇതാക്കിയത്. അപ്പോൾ നമ്മൾക്കും ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു തരുന്ന വെനീസുല ജനത എല്ലാവരും ഡാൻസ് കളിക്കുന്നു, ഇതാക്കുന്നു. യഥാർത്ഥ വെനീസുല എന്താണെന്നുള്ളത്, വെനീസുല ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾക്ക് അവിടെ പോയി നോക്കിയാലേ പറയുള്ളൂ.
അവർ എന്താണോ നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് മാത്രം നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം സോഷ്യലിസം തെറ്റാണെന്നല്ല. തെറ്റായ മാനേജ്മെൻറ്റ്, പുറത്തുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തികമായിട്ട് ഞെരിക്കുക, കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുത്തുക, ഉപരോധം എന്ന് പറയും, നമ്മൾ ഇതാണ് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യം തകർച്ചയിൽ പോകും. ക്യൂബയാണെങ്കിലും വെനീസുലയാണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും ഒക്കെ സ്വാഭാവികമായിട്ട് തകർച്ചയിലേക്ക് പോകും. അപ്പോൾ വിയറ്റ്നാം ദി സർവൈവ്ഡ്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ വിയറ്റ്നാമിൽ എന്തെല്ലാം ചൈനയിൽ നടക്കുന്നുണ്ടോ അതൊക്കെ നേരെ വിയറ്റ്നാമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വിയറ്റ്നാം ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ഫ്യൂച്ചർ, നിയർ ഫ്യൂച്ചർ. വിയറ്റ്നാം സ്റ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചറൽ ഗുഡ്സ് ആൾസോ, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആൾസോ. ദാറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഇഫ് യു ആർ എൻ ഇൻവെസ്റ്റർ. സോഷ്യലിസം ബുക്കിൽ പറയുന്നതും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഒന്നല്ല, അത് ആശയത്തിൻ്റെ സങ്കീർണതയുണ്ട്. സോഷ്യലിസം ഒരേ ഒരു മോഡലല്ല. ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നുണ്ട്, വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതുണ്ട്, സ്റ്റേറ്റ് സോഷ്യലിസം എന്നുള്ളതുണ്ട്. സാധാരണ ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഓഫൺ അതിനേക്കാളിൽ ഇമ്പോർട്ടൻ്റ് നാലാമതായിട്ട് ക്യാപിറ്റലിസമായിട്ട് താരതമ്യം ചെയ്യുക. സോഷ്യലിസവും ക്യാപിറ്റലിസത്തിൽ എപ്പോഴും ഗ്രോത്ത് ഉണ്ടാവും. എല്ലാ ഇൻഡസ്ട്രി ഉണ്ടായിക്കഴിഞ്ഞാൽ ജോബ് ഉണ്ടാകുള്ളൂ, ജോബ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റവന്യൂ ഉണ്ടാവുള്ളൂ, റവന്യൂ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺട്രിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഗുണം. ഇതാണ് പറഞ്ഞത്. ഇങ്ങനെ ക്യാപിറ്റലിസവും സോഷ്യലിസവും രണ്ടും രണ്ടാണ്. ക്യാപിറ്റലിസത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, സോഷ്യലിസത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ക്യാപിറ്റലിസത്തിന് സമ്പത്ത് വരുന്നു, പക്ഷെ അതൊരു പോയിന്റിൽ മാത്രം കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 5 മീഡിയം സോഷ്യലിസം. മനോരമ എന്നുള്ള മലയാള നുണോരമ എപ്പോഴും എന്തെങ്കിലും ഒരു റവല്യൂഷണറി മൂവ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് ചതിച്ചിട്ടേ ഉള്ളൂ. വർഗീസിൻ്റെ മരണം ആഘോഷിച്ചൊരു പാർട്ടിയാണ് മനോരമ. അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പേരെ കരുണാകരൻ്റെ ഗവൺമെൻറ് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ആഘോഷിച്ചൊരു പത്രമാണ് മനോരമ. ഇന്ന് വർഗീസിനെ പൊക്കിയടിക്കാനൊക്കെ പറഞ്ഞിട്ട് ട്രെൻഡ് എവിടെ പോകുന്നു അവിടെയായിരിക്കും കാര്യങ്ങൾ. ക്രിസംഖികളെന്ന് മുമ്പ് ഞാനൊരു വീഡിയോ പറഞ്ഞു. ക്രിസംഖികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളല്ല, സിയോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരും അല്ല, മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ മുസംഖി എന്ന് വിളിക്കും. മുസംഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും അല്ല. സിയോണിസം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, നമ്മളുടെ RSSനെ പോലെ, RSS അല്ലെങ്കിൽ സംഘപരിവാറിനെ പോലെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി. അത് ഐഡിയോളജിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ് നമ്മൾ ഇതാക്കുന്നത്. സിയോണിസം RSSൻ്റെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഇതാണ്. ഒരാൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ അഖണ്ഡ ഭാരതം, ശ്രീലങ്കനെ കീഴടക്കണം. ശ്രീലങ്ക എന്തുകൊണ്ട് കീഴടക്കേണ്ടത്? ശ്രീലങ്ക ശ്രീരാമൻ്റെ നാടായിരുന്നു, ശ്രീരാമൻ പോയി കീഴടക്കിയ നാടാണ്. സോ ദാറ്റ്സ് എ സ്റ്റോളൻ കൺട്രി ഇൻ ഫാക്ട്, റൈറ്റ്? ദാറ്റ്സ് എ സ്റ്റോളൻ കൺട്രി ഇൻ ഫാക്ട്. അപ്പോൾ പിന്നെ പറയുന്നത് പാകിസ്ഥാനെ കീഴടക്കണം. പാകിസ്ഥാൻ എന്നുള്ളത് ഇന്ത്യൻ ഭാഗം. ഈ ഇന്ത്യ എന്നുള്ള ഐഡിയ തന്നെ വളരെ പുതിയതാണ്. 1947 വന്ന ശേഷം വന്നാണ് ഇന്ത്യ എന്നുള്ള ഐഡിയ തന്നെ. അതിന് മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ കേരളത്തിൽ തന്നെ മൾട്ടിപ്പിളായിട്ടുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. കൊച്ചി, തിരുക്കൊച്ചി, കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൾട്ടിപ്പിളായിട്ടുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ ഒരു കൂട്ടമാണ് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് തന്നെ. അപ്പോൾ ആ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനെ ചേർക്കണം എന്ന് പറയുന്നത്. പാകിസ്ഥാനെ ചേർക്കുക അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഇതായതുകൊണ്ട് നമുക്കത് വേറൊരു സബ്ജക്റ്റിൽ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ പാകിസ്ഥാൻ, നേപ്പാൾ എന്ത് ചെയ്തു? നേപ്പാൾ എപ്പോഴാണ് ഇന്ത്യൻ്റെ ഭാഗമായിരുന്നത്? അപ്പോൾ ഏതോ ഒരു രാജ്യത്തിൻ്റെ ഇതായിരുന്നു. അപ്പോൾ ഒരുത്തൻ പറയുന്നത്, ഒരു RSS കാരൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എപ്പോഴാണ് ഇന്ത്യൻ്റെ ഭാഗമായിരുന്നു? അപ്പോൾ ഏതോ ഒരു രാജ്യത്തിൻ്റെ സമയത്ത് അവിടെ പോയി കീഴ്പ്പെടുത്തിയ രാജ്യമാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ശ്രീലങ്ക തമിഴകത്തിൻ്റെ കൺട്രോളിലായിരുന്നു, രാജരാജ ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക തമിഴകത്തിൻ്റെ ഭാഗമാണെന്ന്. ദർ ഇസ് എ ഗുഡ് പോപ്പുലേഷൻ തമിഴിയൻസ്. തമിഴ് യൂസ് ടു ഗോ ആൻഡ് ട്രൈഡ് വിത്ത് ancient societies like Babylon, Egypt, Syria, Persia. They go and trade because they do have expertise in trading and shipping manufacturing. Tamil is a rich language with rich culture. ഇത് acceptable ഫാക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും
സ്വാഭാവികമായിട്ട് സിയഡിസ്റ്റ് ആണെങ്കിൽ RSSകാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് സോഷ്യലിസം എന്നുള്ള ഐഡിയോളജിയിൽ ഒരു വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് സിയോണിസ്റ്റിൻ്റെ ഐഡിയോളജി എന്താണ്? വി ആർ ദ ജൂസ്, ജൂതന്മാരുടെ വി ആർ ദ ഗോഡ്സ് ഓൺ പീപ്പിൾ, ഞങ്ങളെ ദൈവജനതയാണ്. ഇത് തന്നെയാണ് ക്രിസ്താംഗികളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ജൂതന്മാർ ദൈവജനതയാണ്, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദ്വീതം നടന്നപ്പോൾ സംഭവിച്ചു എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഞങ്ങളാണ് മുമ്പിൽ, ഞങ്ങളാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞിട്ട്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ അവിടെ ബ്രാഹ്മണന്മാർ എങ്ങനെ ക്ലെയിം ചെയ്യുന്നു ഞങ്ങളാണ് ദൈവത്തിൻ്റെ ജനത, അപ്പോൾ ബിക്കോസ് വി ആർ വൈറ്റ് സ്കിൻ, അപ്പം അതുകൊണ്ട് ഞങ്ങളാണ് ദൈവത്തിൻ്റെ ജനത എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്റ്റുപ്പിഡിറ്റി ഉള്ളിടത്തോളം കാലം ആ നാടിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. പീസ് എന്ന് പറയുന്നത് ഒബീഡിയൻസിലൂടെ വരുന്നതല്ല. ഒബീഡിയൻസ് നെവർ വിൽ ബ്രിങ് പീസ്. ഈക്വലിറ്റി, അതായത് നമ്മളെ ഒരാൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അയാളെ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് കോമൺ സെൻസാണ്. വാസുരേഷ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം കൊടുക്കാൻ വരെ ഇവർ മടിച്ചു എന്നാണ്. ഒരു മഹാനായ മനുഷ്യന്മാരിൽ നിന്ന് പാമ്പിനെയും പാമ്പുകളിൽ നിന്ന് മനുഷ്യന്മാരെ രക്ഷിക്കുന്ന ഒരു മഹാനായ മനുഷ്യന് വെള്ളം കൊടുക്കാൻ വരെ മടിച്ചു. അത്രയും ദുഷ്ടന്മാർ. അങ്ങനെയുള്ളൊരു ജാതി വ്യവസ്ഥയുള്ള കൺട്രോൾ ചെയ്യുന്ന മീഡിയയിൽ സ്വാഭാവികമായിട്ട് മീഡിയ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു പണം വേണം. ആ പണം എവിടെ സ്വാഭാവികമായിട്ട് ആരടുത്താണോ അവർക്ക് അനുകൂലമായിട്ടുള്ള നെഗറ്റീവ് വാർത്തകൾ അങ്ങനെയുള്ള കൺട്രികളിൽ നിന്ന് സൃഷ്ടിക്കും. വെനുസിലിൽ നിന്ന് ഇപ്പം എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് നമ്മളുടെ അടുത്തില്ലല്ലോ. ഒരു ന്യൂസ് ഇവർ തരില്ല. നമുക്കെന്താണോ വേണ്ടത് അത് മാത്രമേ തരുള്ളൂ. ഇതൊരു ഹോട്ടലിൽ പോണ പോലെയാണ്. ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ചോദിക്കുന്നതല്ലേ നമുക്ക് കിട്ടുള്ളൂ. ചിലത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തരില്ല. സോഷ്യലിസത്തിൽ പിന്നെ അടുത്ത 6ാമത്തെ ഒരു ഭയങ്കര ടാക്സ് ആയിരിക്കും. ഭയങ്കര ടാക്സ് ആയിരിക്കും എന്നാണ് ഒരു പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം. എൻ്റെ വരുമാനം മൊത്തം സർക്കാർ എടുത്തു കൊണ്ടുപോകും. ഇതൊരു ഫാൾസ് ഫാക്റ്റാണ്. നമ്മളുടെ നാട്ടിൽ തന്നെ വലിയൊരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഉള്ളൊരു ഗവൺമെൻറ്റാണ് നമ്മുടേത്. സ്വാഭാവികമായിട്ടും ടാക്സും സർവീസിന് 18%, ഫുഡിന് 5%. പിന്നെ ഇപ്പോഴും മറ്റുള്ള മേഖലകളിൽ ഇപ്പോൾ കുറച്ചത് കൊണ്ടാണ് ഒരു ബെനിഫിറ്റ് എങ്കിലും ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നല്ല ഹൈ ടാക്സ് ആയിരുന്നു. അമേരിക്കയിൽ വലിയ ടാക്സ് ഉള്ള ഗവൺമെൻറ്, ഇവിടെ 40% ഗോസ്, 30 to 40% ചില സെക്ടറുകളിൽ ടാക്സ് ഉണ്ട്. ഓക്കെ. 7ാമതൊരു ഫാക്ട്, സർക്കാർ എല്ലാത്തിലും നിയന്ത്രണം എടുത്തു എന്നുള്ള ഒരു പേടി ജനങ്ങളുണ്ടാക്കും. കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് സർക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും, സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും, മറ്റ് എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഡയറക്ടർ ഇടപെടും. ചിലയിടത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ പല സോഷ്യലിസ്റ്റ് മോഡലുകളും സ്വകാര്യ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ ചൈനയിൽ സ്വകാര്യ മേഖലയുണ്ടല്ലോ. ചൈന ഒരു സോഷ്യലിസ്റ്റ് സർക്കാരാണെന്ന് പറയില്ലെങ്കിൽ അതിലൂടെ സോഷ്യലിസം നമുക്ക് ചിലപ്പോൾ 1-2 വർഷം എടുത്ത് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് മേ ബി ഇറ്റ് മേ ടേക്ക് 100 years ഓർ ഇവൺ 200 years സം ടൈം. പക്ഷേ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. സ്വകാര്യ മേഖലയിൽ ചൈനീസിൽ വരുന്നുണ്ട്. അവിടെ ജോബുകളിനേക്കാളും കൂടുതൽ ബിസിനസ്സാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കയറ്റി അയക്കാൻ കഴിയുന്നത്. ദി ആക്സെപ്റ്റഡ് ഇംഗ്ലീഷ്. അവർക്ക് മനസ്സിലായി ഇംഗ്ലീഷ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂ. ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ്. ഇറ്റ്സ് എ ഫാക്ട്. പിന്നെ 8ാമതൊരു ഫാക്ട്, വ്യക്തിപരമായിട്ട് ഇതുണ്ടാവില്ല, നമ്മൾക്കൊരു പ്രചോദനം ഉണ്ടാവില്ല. നമുക്കൊരു ജോബ് മറ്റേ എല്ലാവരും ഇത് പ്രചരിപ്പിക്കുന്നത് മത്സരം ഉണ്ടാവണമെന്നല്ലോ. എന്തിനും ഒരു മത്സരം ഉണ്ടാകുമ്പോഴല്ലേ ആര് ഫസ്റ്റ് എന്നറിയുള്ളൂ. മത്സരക്ഷമത ഉണ്ടാവില്ല, അതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. മത്സരക്ഷമത ഉണ്ടായാലേ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എപ്പോഴും അതൊരു തെറ്റിദ്ധാരണയാണ്. സോഷ്യലിസ്റ്റ് കൺട്രിയിലും മത്സരക്ഷമതയുണ്ടാകും. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, നോട്ട് ഈക്വൽ ഡിവിഷൻ ഓഫ് ദ വെൽത്ത്. ഇപ്പോൾ എല്ലാവരും സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മാതിരിയുള്ള കാറ്, എല്ലാവർക്കും ഒരേ മാതിരിയുള്ള വീട് എന്നുള്ളതല്ല, ഒരേ മാതിരി 55 inch TV എന്നുള്ളതല്ല സോഷ്യലിസം. ദാറ്റ്സ് ടു കോംപ്ലക്സ് ടു അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി കിട്ടും. അതാണ് കഴിഞ്ഞാൽ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദി ഒരുപാട് ഫോറിൻ ടൂറുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെ ഫോറിൻ ടൂർ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തോ അദാനിക്ക് അല്ലെങ്കിൽ അംബാനിക്ക് എന്തെങ്കിലും കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിൻ്റെ കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് അംബാനിക്കാണ്. ഇതാണ്. അപ്പോൾ ആക്ച്വലി
Narendra Modi is working as a salesman. Narendra Modi is working as a salesman for the capitalist government in India, especially that for that 2%, for two Gujaratis. അതായത് ഒമ്പതാമത്തെ ഒരു കാര്യം ചരിത്രപരമായിട്ടുള്ള അനുഭവങ്ങളുടെ സ്വാധീനം. അതായത് ചില രാജ്യങ്ങളിൽ സോഷ്യലിസം ബലമായിട്ട് പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള നാടുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ രാജ്യങ്ങൾ ഡിക്റ്റേറ്റേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തിപരമായിട്ടും ഒരു ബാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിഷേധിക്കുന്നില്ല. അതൊക്കെ ചരിത്രത്തിൽ തെറ്റുകളിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, 10ാമത്തെ വിഷയം, ആശയം പ്രായോഗികമല്ല. തിയറിയിൽ സോഷ്യലിസം ഈസ് വെരി ഗുഡ് ബട്ട് നോട്ട് പ്രാക്ടിക്കൽ. പ്രായോഗികമായിട്ട് നടക്കാൻ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും സോഷ്യലിസം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും, പക്ഷേ എങ്ങനെ സോഷ്യലിസം കൊണ്ടുവരുന്നുള്ളത് ഐഡിയ ഇല്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇതാണ് സോഷ്യലിസം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള കാര്യം. സോഷ്യലിസം എന്നുള്ളത് 2-3 വർഷം കൊണ്ടോ ബലമായോ നടക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. അതിനൊരു ലോങ് ടേം പ്രോസസ്സ് ഉണ്ട്. സോഷ്യലിസത്തിൻ്റെ എപ്പോഴും ഉള്ള ഒരു എതിരാളി ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസം ഭരിക്കുന്നിടത്തോളം കാലം സോഷ്യലിസത്തിന് ഒരു ചാൻസും ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു കൺട്രി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. എക്സാക്ട്ലി നമുക്ക് നോക്കാം. ക്യൂബ, മെക്സിക്കോ, വെനീസുല, അതുപോലുള്ള വിയറ്റ്നാമുള്ള കൺട്രി, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അങ്ങനെയുള്ള ഒരുപാട് കൺട്രികളിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അവർ തകിടം മറിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റും ഉണ്ടായിട്ടുണ്ട്. സോ അമേരിക്ക ഈസ് ദ ടെററിസ്റ്റ് കൺട്രി. അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ആർ ദ മോസ്റ്റ് ടെററിസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അവർ നശിക്കാതെ ലോകത്തിനൊരു റീഡിസൈൻ ഉണ്ടാവില്ല. എങ്കിലും നിങ്ങളുടെ കലണ്ടറിൽ എഴുതി വെച്ചോളൂ, ഫെബ്രുവരി 28 എന്നുള്ളത് ഒരു ലോകത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്. ആയത്തുല്ലാ ഖുമൈനിൻ്റെ മരണവും ആ സ്കൂൾ കുട്ടികളുടെ രക്തസാക്ഷിത്വം, 275ഓളം സ്കൂൾ കുട്ടികളുടെ രക്തസാക്ഷിത്വം, അവർ നമുക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. അവരുടെ ചോര ഈ ലോകക്രമത്തിനെ റീഡിസൈൻ ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു സോ മച്ച്. യു ക്യാൻ ഇഗ്നോർ മീ. ഇത് ഞാൻ പറയുന്നത് കോമഡിയാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇഗ്നോർ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ കാണാണ്ടിരിക്കാം, അല്ലെങ്കിൽ പൊങ്കാലയിടാം, ഇത് വേണമെങ്കിലും ചെയ്യാം. ഇതൊന്നും നടക്കാൻ പോകുന്ന സംഗതിയില്ല. പക്ഷേ സ്റ്റിൽ വി ആർ ഒബ്സർവിങ് ആൻഡ് ഇൻഫോമിങ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്. Bye-bye.